ഗുയിസേ, ഞാനിപ്പോ വന്നേക്കുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. എന്റെ ഡെലിവറിക്ക് ശേഷം വന്ന 3 കറുത്ത ശത്രുക്കളാണ് ഈ മുഖത്ത് കാണുന്നത്. എന്ത് ചെയ്യാനാ, ഒന്നും തേക്കാനും പറ്റത്തില്ല, തേച്ചാ ഒട്ട് പോകത്തുമില്ല. അതിന്റെ കൂടെ ഈ കമ്പിയും കൂടി ഇട്ടപ്പോഴോ ഷുഗർ കളർ SPF 80 എന്ന് വേണ്ട ഒരു സൺസ്ക്രീൻ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആദ്യം മോന്തക്കിട്ട് തേവാരത്ത് പൂശാൻ നേരത്ത് മൊത്തം വൈറ്റ് കാസ്റ്റ് അടിച്ച പോലെ ഇരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഫേസിലോട്ട് അബ്സർവ് ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഏതോ ഒരു BB ക്രീമാണ്, പക്ഷെ ഏത് BB ക്രീം ആണെങ്കിലും അടിപൊളി സാധനമാണ്. ഞാനൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട് വാങ്ങിയതാണ്. എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാതെ മേടിച്ച ഒരു ഐറ്റമാണ് ഇത്. വെള്ളം വെച്ച് ഉറച്ച് കഴിഞ്ഞിട്ട് പോലും ഈ സംഭവം പോകുന്നില്ല. നമ്മൾ സോപ്പ് ഉപയോഗിച്ചോ ഫേസ് വാഷ് ഉപയോഗിച്ചോ കഴിയാൻ മാത്രമേ അത് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നീതു എണീറ്റിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള രംഗമാണ് കാണാൻ പോകുന്നത്. അങ്ങനെ മൊത്തം കണ്ണിന് ചുറ്റും വാരി പൊത്തിട്ടുണ്ട് ഗോയ്സ്. എനിക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്താലും ഒരു സുഖം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് സാധനങ്ങൾ മൊത്തം കളഞ്ഞിട്ടുണ്ട്. കണ്ണിനടിയിൽ കറുപ്പ് അതുപോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. തരാവോ? ഇത് കാണിച്ച് പുരുക എഴുതാൻ വേണ്ടിയിട്ട് ഒരു പഴയ മസ്കാരയുടെ ഒരു ചെറുക്കുന്നുണ്ട്. അതൊന്നും ഇല്ല, ചുമ്മാ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ തപ്പി നടന്നപ്പോൾ ദാണ്ടേ അവൾ അത് എടുത്ത് വെച്ചോടിക്കുക. തരാൻ പറ്റോട്ട് തരത്തില്ല. പിന്നെ ഒരു വിധത്തിൽ മേടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏതോ ജാമ്പുവിന്റെ കാലത്ത് എൻ്റെ വർഷങ്ങളായിട്ടിരിക്കുന്ന സാധനമാണ്. കണ്ടില്ലേ, ദിനുവിന്റെ പരിപാടി ഇതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ഞാൻ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒരു ഷേപ്പ് ഇല്ലാത്തതിന്റെ പേര് ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു മുട്ടച്ച് ഞൊളഞ്ഞ് ചേർന്നിട്ട് എന്താകുന്നു ഒന്നും ഒരു പിടിയില്ല. എപ്പോഴാ വേണേലും പോകാം. പക്ഷെ ഇവളെ കൊണ്ട് ഒരുങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരുക്കും നടക്കുക അവിടെ ഒരുക്കാൻ നടക്കില്ല. അതിന്റെ ഇടയ്ക്ക് അപ്പനാണെങ്കിലോ ഒരുങ്ങിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ബഹളം നടക്കും. നാസിലറിനെ ഒരു ഐലൈനർ വെച്ചിട്ട് ഒരു പൊട്ട് സ്റ്റിക്കർ പൊട്ടാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ സ്റ്റിക്കർ പൊട്ട് തൊടാൻ ഇവിടെ സമ്മതിക്കില്ല. നമ്മൾ നെറ്റി തൊടുമ്പോൾ അപ്പം അത് പറിച്ചെടുക്കും. അതുകൊണ്ട് തന്ത്രപരമായിട്ട് ഞാൻ ഈ പൊട്ട് വെച്ചിട്ട് ഒരു കുത്തു. അവള് കണ്ണ് എഴുതാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവളെന്നെ സമ്മതിക്കുന്നില്ല. അതുമല്ല, എനിക്ക് ഈ ക്യാമറ നോക്കി കണ്ണ് എഴുതാനാണെങ്കിൽ പറ്റുന്നില്ല. അവളോട് സമ്മതിക്കത്തുമില്ല. ഞാനും അവളും കൂടെ കിടന്ന് അംഗത്തിൽ നടക്കുകയാണ്. അവളത് തരുന്നില്ല ഗൈസ്. കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ഐലൈനർ തരുന്നില്ല. അപ്പോൾ നമുക്ക് ഐലൈനർ അവളെ തരുമ്പോൾ ഇടാം. നമുക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇടാം. ഇത് അടുത്തിടയിൽ ഞാൻ മേടിച്ചതാണ് ഈ ലിപ് ലൈനർ. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തൊന്നുമില്ല. വാട്ടർ പ്രൂഫ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊന്ന് ഉദ്ദേശിച്ചിട്ട് ഇത് വാട്ടർ പ്രൂഫായിട്ട് എനിക്ക് അത്ര അറിയത്തൊന്നുമില്ല. പക്ഷേ ഈ ഫേസ് സ്കാനയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്ക്, ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് വാട്ടർ പ്രൂഫായിട്ട് തോന്നിയിട്ടുണ്ട് കുറേ. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ഷെയ്ഡ്. എനിക്ക് ഈ ക്യാമറ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. വേണ്ടേ വേണ്ടേ ഇത് വലുതാകുമ്പോൾ ഇതൊന്നും ഇട്ട് തരാവേ കേട്ടോ. ഇട്ടിട്ടുണ്ടോന്ന് അറിയാത്ത രീതിയിൽ ഞാനിതൊക്കെ എടുത്തുണ്ട്. അത് വലിയ കാര്യം. ഈ ഇടയായിട്ടാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇച്ചിരി കൂടെ ഡാർക്ക് ആക്കി ഇടാൻ തുടങ്ങി. ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര തെറിച്ച് ഭയങ്കര ബ്രൈറ്റ് എടുക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഫേസിന് സെറ്റ് ആകുന്ന പോലെയാകും. നമ്മൾ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് മാറാമോ? ലിപ്സ്റ്റിക്കിലാണ് അതിൻ്റെ ബുട്ടൻസ് നോക്കുക. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അതിന് പൗഡറൊന്നും ഇട്ടില്ല. ആദ്യം ആ കണ്ണിൻ്റെ കറുപ്പ് മാറാൻ വേണ്ടി മാത്രം ആ ബേബിക്ക് മാത്രമേ ഇട്ടുള്ളൂ. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ ഞാൻ എന്തോ വലിയ മേക്കപ്പ് ചെയ്ത് പോലും എനിക്കതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ണ് പോലും എഴുതിയിട്ടില്ല. കണ്ണ് ഞാൻ പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ മുമ്പ് വാലക്കിയിട്ട് 2 കട്ടിക്ക് എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഈ ഒരു വ്യക്തി ജീവിതത്തിൽ വന്നേ പിന്നെ കണ്ണ് ഒരു നരയൊക്കെ എഴുതാൻ സമയം കിട്ടാറില്ല. സിന്ദൂരം അത് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് സിന്ദൂരം ഇടാം. ഇച്ചിരി കട്ടിയായിട്ട് ഇതുകൊണ്ട് വിചലിപ്പിച്ച് പോലെ ഇരിക്കുന്നത്. അപ്പം എനിക്ക് വേണ്ട. അതെന്തായാലും കുളമായിട്ടുണ്ട്. അതേനെ ഇവളുടെ അടുത്തിടുന്നതുകൊണ്ട് എനിക്ക് ഇത് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിത് എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ ഫൈനൽ ലുക്കിന് കാണിക്കുന്നതായിരിക്കും. എൻ്റെ കണ്ണെഴുതിയിട്ടുണ്ട്. ഒരാൾ എൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഈ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാം. ഗുയിസ വീണ്ടും സന്ധിக்கலாம். ബൈ.